കാസർഗോഡ് കൊളത്തൂരിൽ പന്നിക്കണിയിൽ കുടുങ്ങിയ പുലി രക്ഷപ്പെട്ടു. മയക്കുവെടി വെക്കാനുള്ള ശ്രമത്തിനിടെയാണ് പുലി രക്ഷപ്പെട്ടത്. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് സരീഷ് PK ഉണ്ട്. സരീഷ്, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഈ പുലി ഇവരുടെ നിരീക്ഷണത്തിൽ ഏതെങ്കിലും ഏരിയയിൽ തുടരുന്നുണ്ടോ? എന്താണ് മറ്റു വിവരങ്ങൾ? ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് ഈ മയക്കുവെടി വയ്ക്കാനുള്ള നീക്കം നടന്നത്. കണ്ണൂരിൽ നിന്നുള്ള ഡോക്ടർ എത്തുകയും ഉടൻ തന്നെ ഈ തുരങ്കത്തിലുള്ള പുലിക്ക് നേരെ വെടിയുതിർക്കുകയുമായിരുന്നു. പക്ഷേ ആ ശ്രമത്തിനിടയിലാണ് ഈ പുലി കുതിരി ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ മേഖലയിലാണ്, ഇതിനല്പം താഴെയാണ് ഇന്നലെ ഗർത്തത്തിനുള്ളിൽ പുലിയെ കണ്ടെത്തിയത്. ഇന്നലെ 6:30യോടെയായിരുന്നു ഈ സമീപത്തുള്ള വീട്ടുകാർ ആ പുലിയെ കണ്ടെത്തിയത്. പിന്നീട് വനം വകുപ്പ് എത്തുകയും കണ്ണൂരിൽ നിന്നുള്ള വെറ്റിനറി ഡോക്ടറോട് ഇങ്ങോട്ട് വരാൻ ആവശ്യപ്പെടുകയും പുലർച്ചെ 3 മണിയോടെ മയക്കുവെടി വയ്ക്കുകയുമായിരുന്നു. പക്ഷേ ആ ശ്രമത്തിനിടെ പുലി കുതിരി ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് കാലിൽ ഏതെങ്കിലും ഭാഗത്ത് ഈ മയക്കുവെടി ഏറ്റിട്ടുണ്ടാകാം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആ പുലി ഇപ്പോഴും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പരിസരത്തേക്ക് അല്ലെങ്കിൽ ആ മേഖലയിലേക്ക് ആർക്കും ഇപ്പോൾ പ്രവേശനം അനുവദിക്കാത്തത്. ഇതിനോട് ചേർന്ന് വനമേഖലയാണ്, ഒരു പുഴയുണ്ട്. പുഴ കഴിഞ്ഞാൽ വനമേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ എവിടെയെങ്കിലും ഈ പുലി ഉണ്ടാകാം എന്ന് തന്നെയാണ് വനംവകുപ്പ് സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യക്ഷമമായൊരു പരിശോധന അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഇവിടെ മഞ്ഞ് വീഴുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ ഈ പുലി പോയ ഉടൻ തന്നെ പരിശോധന നടത്തുക എന്നുള്ളത് പ്രായോഗികമായിരുന്നില്ല. അതുകൊണ്ടാണ് വെളിച്ചം വന്നതിന് ശേഷം മാത്രം പരിശോധന നടത്തുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ ഒരുപക്ഷെ ഈ വെടിയേറ്റതിന് ശേഷവും ഈ മയക്കം എന്ന് പറയുന്നത് 3 മണിക്കൂർ മാത്രമായിരിക്കും, 3 മുതൽ 4 മണിക്കൂർ മാത്രമായിരിക്കും ഈ മയക്കുവെടിയുടെ ഈ പ്രതിഫലനം ഉണ്ടാവുക, അല്ലെങ്കിൽ അതിനൊരു ഹാങ് ഓവർ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ആ സമയത്തിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കണം എന്നുള്ളതാണ് വനംവകുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള പരിശോധനകൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. എന്തായാലും ഇന്ന് നേരത്തെ പുലി രക്ഷപ്പെടുന്ന ഒരുപാട് ദൂരേക്കൊന്നും പോകാൻ സാധിക്കില്ലല്ലോ അല്ലേ? തീർച്ചയായും ഇതിനടുത്ത് തന്നെ ഉണ്ടാകും എന്നുള്ളൊരു സംശയമാണ്. ഈ വെടിയേറ്റതായി സംശയിക്കുകയാണ്. കാരണം ആ ഒരു ഗർത്തത്തിനുള്ളിലായിരുന്നു. ആ ഗർത്തത്തിൻ്റെ മുന്നിൽ ഇന്നലെ തന്നെ കല്ലുകൊണ്ട് മൂടുകയും ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിലൂടെയാണ് വെടിയുതിർത്തത്. അപ്പോൾ സ്വാഭാവികമായും വെടിയേറ്റിട്ടുണ്ടാകും എന്നുള്ളൊരു സംശയം മാത്രമാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതിന് പരിസരത്ത് തന്നെ ഉണ്ടാകും. പക്ഷേ അപ്പോഴും വെല്ലുവിളി നിൽക്കുന്നത് എന്ന് പറയുന്നത് ഇതിന് മീറ്ററുകൾക്കപ്പുറത്തേക്ക് ഒരു പുഴയുണ്ട്. അപ്പോൾ ആ പുഴ കടന്നാൽ പിന്നീട് ഈ വനം മേഖലയാണ്. ആ വനമേഖലയിലേക്ക് കടന്നാൽ തീർച്ചയായും പിന്നീട് കണ്ടെത്തുക എന്നുള്ളത് പ്രായോഗികമല്ല. പക്ഷേ അതിന് മുന്നോടി തന്നെ, അതായത് ഈ പുഴയ്ക്ക് മുന്നിൽ തന്നെയുള്ള മേഖലയിലാണെങ്കിൽ തീർച്ചയായും പുലിയെ കണ്ടെത്താനാകും എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ 2 മാസമായി ഈ മേഖലയിലൊക്കെ ഈ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പലതവണ ഈ നാട്ടുകാർ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ 2 മേഖലയിൽ ഈ കൂട് വെച്ചിരുന്നു. ആ കൂട് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ പുലി കെണിയുന്ന അല്ലെങ്കിൽ പുലി ആ കെണിയിൽപ്പെടുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല. അതിനിടയിലാണ് ഇന്നലെ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായത്. ഈ നാട്ടുകാരൊക്കെ വലിയ രീതിയിലുള്ള തടിച്ചുകൂടുകയും ഇന്ന് പുലർച്ചെ, അതായത് ഈ വെടിവെക്കുന്ന സമയം വരെ അവരെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഈ പുലിക്ക് വെടിയേറ്റിട്ടില്ല അല്ലെങ്കിൽ പുലിയെ പിടികൂടാനായിട്ടില്ല എന്ന ഒരു സാഹചര്യം വന്ന ഉടൻ തന്നെ നാട്ടുകാരുടെ ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ പുലി കെണിയിൽ പെട്ടിട്ട് പോലും, അതായത് തുരങ്കത്തിൽ പെട്ടിട്ട് പോലും പിടികൂടാനായില്ല എന്നൊരു വിമർശനമൊക്കെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്തായാലും പക്ഷേ ഈ മയക്കുവെടി ഏറ്റിട്ടുണ്ടെങ്കിൽ എന്തായാലും അല്പസമയത്തിനകം തന്നെ ആ പുലിയെ പിടികൂടാനാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് വനം വകുപ്പ്. ഇപ്പോഴും ഈ മേഖലയിൽ നല്ല മഞ്ഞുണ്ട്. അതോടൊപ്പം തന്നെ ഇരുട്ട് വീണൊരു മേഖലയാണ്. അപ്പോൾ സ്വാഭാവികമായും വെളിച്ചം വരുന്നതിനനുസരിച്ച് മാത്രമായിരിക്കും ഈ പരിശോധന നടത്താനാവുക. ഒരുപക്ഷെ 6:30യോടെയോ 7 മണിയോടെയോ പരിശോധന ആരംഭിക്കാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വനംവകുപ്പിന് മുന്നിൽ നിൽക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇതിന് തൊട്ട് ചേർന്ന് നിൽക്കുന്നത് ഒരു പുഴയാണ്. അതായത് ഈ തുരങ്കത്തിന് തൊട്ട് സമീപത്ത് തന്നെ, ഈ പറമ്പിന് തൊട്ട് സമീപത്ത് തന്നെ നിൽക്കുന്നത് ഒരു പുഴയാണ്. ആ പുഴ കഴിഞ്ഞാൽ മുറിച്ച് കടന്നാൽ പിന്നീടുള്ളത് വനമേഖലയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ പുഴ മുറിച്ച് കടന്ന് പുലി അപ്പുറത്തേക്ക് അല്ലെങ്കിൽ വനത്തിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായും അതൊരു പ്രതിസന്ധിയായി തന്നെ നിൽക്കും. ഇരേണി മേഖല ഉൾപ്പെടെ വരുന്ന നേരത്തെ
നേരത്തെ പലതവണ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയ മേഖലയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയാൽ തീർച്ചയായും വലിയൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകും. എന്തായാലും പക്ഷേ അല്പസമയത്തിനകം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇങ്ങോട്ട് എത്തുകയും തിരച്ചിൽ നടത്തുകയും ചെയ്യും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. സരീഷ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ തൊട്ട് സമീപത്ത് പുഴയുണ്ട്, ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെ വനമേഖലയുണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ പുലി രക്ഷപ്പെടാനുള്ളൊരു സാധ്യതയുണ്ടെങ്കിൽ അതിനെയൊക്കെ പ്രതിരോധിക്കാൻ എന്തെങ്കിലും മാർഗങ്ങൾ വനംവകുപ്പ് ചെയ്തിട്ടുണ്ടോ? നിലവിൽ ഇപ്പോൾ പരിശോധന ആരംഭിച്ചിട്ടുണ്ടോ? വനംവകുപ്പ് സ്ഥലത്തെത്തിയിട്ടുണ്ടോ? നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടില്ല. കാരണം അവർ ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ 3 മണിക്ക് ശേഷം ഈ പുലി രക്ഷപ്പെട്ടതിന് പിന്നാലെ പോയി ആ പരിശോധന നടത്തുക എന്നുള്ളത് തീർച്ചയായും പ്രായോഗികമല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കടുത്ത മൂടൽമഞ്ഞുണ്ട്, അതോടൊപ്പം തന്നെ ഇരുട്ട് കലർന്ന മേഖലയാണ്, ഒപ്പം ഈ പ്ലാന്റേഷൻ മേഖലയാണ്, റബ്ബർ ഉൾപ്പെടെ ഉള്ള മേഖലയാണ്. ആ മേഖലയിൽ സ്വാഭാവികമായും രാത്രിയിൽ തിരച്ചിൽ നടത്തുക എന്നുള്ളത് അത്രത്തോളം പ്രായോഗികമല്ല. ഒപ്പം തന്നെ അത് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ പുലികളെ പല മേഖലകളിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം മേഖലകളിൽ ഈ പരിശോധന നടത്തുക, രാത്രിയിൽ പരിശോധന നടത്തുക എന്നുള്ളത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ രാത്രിയിലെ പരിശോധന വേണ്ട എന്നൊരു തീരുമാനം വനംവകുപ്പ് എടുക്കുകയായിരുന്നു. വെളിച്ചം വരുന്നതിനനുസരിച്ച് പരിശോധന പുനരാരംഭിക്കാം എന്നൊരു തീരുമാനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒരുപക്ഷെ 6:30-യോടെയോ 7 മണിയോടെയോ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തിരിച്ച് ഇങ്ങോട്ടേക്ക് എത്തും. അല്ലെങ്കിൽ അതിനെ തുടർന്നായിരിക്കും പരിശോധന നടക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മേഖലയുടെ താഴെയാണ് ആ തുരങ്കം ഉണ്ടായിരുന്നത്. ആ തുരങ്കത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നലെ ഒരു സംശയം ഉണ്ടായിരുന്നത് പന്നിക്കണിയാണെങ്കിൽ വലിയ രീതിയിൽ മുറിവ് ഈ പുലിക്ക് ഏറ്റിട്ടുണ്ടാകാം. അങ്ങനെയെങ്കിൽ പുലി രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല എന്നായിരുന്നു ഇന്നലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെ ഈ തുരങ്കത്തിൻ്റെ ഒരു ഭാഗം, അതായത് പുലിയെ നമ്മളെ ദൃശ്യങ്ങളിലൊക്കെ കണ്ടിരുന്ന ആ ഭാഗം കല്ലുകൊണ്ട് അടയ്ക്കുകയും മറ്റൊരു ഭാഗത്ത് വല വയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇന്നലെ ഈ വെറ്റിനറി ഡോക്ടർ എത്തിയതിന് ശേഷം വെടിവെക്കുന്നതിന് വേണ്ടിയായിരുന്നു ആ കല്ലുകൾ മാറ്റിയത്. ആ കല്ലിൻ്റെ ആ ഭാഗത്തൂടെയാണ് ഈ പുലി പുറത്തേക്ക് എത്തിയത്. എന്തായാലും 7 മണിയോടെ അല്ലെങ്കിൽ 6:30-യോടെയോ 7 മണിയോടെയോ വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കാനാകും എന്ന് തന്നെയാണ് വനംവകുപ്പ് പ്രതീക്ഷിക്കുന്നത്. കാസർഗോഡ് കൊളത്തൂരിലാണ് ഇത്തരത്തിൽ പന്നിക്കടിയിൽ പുലി കുടുങ്ങിയത്. പുലി അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. മയക്കുവെടി വെക്കാനുള്ള ശ്രമത്തിനിടെയാണ് പുലി ഇത്തരത്തിൽ രക്ഷപ്പെട്ടത്. എന്തായാലും അല്പം വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വനംവകുപ്പിന്റെ തെരച്ചിൽ തുടരുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പുലി രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടച്ചുള്ള പരിശോധനയ്ക്കാണ് വനംവകുപ്പ് ലക്ഷ്യമിടുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധി സരീഷ് പി.കെ.